നമുക്കിന്ന് നല്ലൊരു മസാല ദോശ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് 2 വലിയ ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ഒരു വലിയ സവോള എടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഒരു 4-5 അല്ലി വെളുത്തുള്ളി ഒന്ന് കുഞ്ഞായിട്ട് അരിഞ്ഞു വെച്ചത്, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കർ എടുത്ത് അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങും ക്യാരറ്റും മാത്രം ഇട്ട് കൊടുത്ത് കുറച്ച് വെള്ളവും കൂടി ഒഴിച്ച് ആവശ്യത്തിന് ഉപ്പും ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് കുക്കർ അടച്ച് ഒരു വിസിൽ വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കുക. കുക്കറിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം മാത്രം ഓപ്പൺ ചെയ്ത് നോക്കുക. അപ്പം അതവിടെ ഇരുന്ന് വേവട്ടെ. നമുക്കിനി സവോള ഒന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ചീനിച്ചട്ടി വെച്ച് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയൊന്ന് ചൂടായി വരുമ്പോൾ 1 ടീസ്പൂൺ കടുക് ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുക. കടുക് ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്ക് 1 ടീസ്പൂൺ ഉഴുന്നിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. പിന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഉള്ളി, വറ്റൽമുളക്, കറിവേപ്പില എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഉഴുന്ന് ഒരിക്കലും കരിഞ്ഞു പോകരുത്, നന്നായിട്ട് ഇളക്കി കൊടുക്കുക. പിന്നെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് അതും ഒന്ന് മിക്സ് ചെയ്യുക. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളകും സവോളയും കൂടെ ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കുക. കുറച്ച് മാത്രം ഉപ്പും കൂടെ ചേർത്തൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ പെട്ടെന്നൊന്ന് വരണ്ട് കിട്ടും. ഇത്രയാകുമ്പോൾ നമ്മളൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങും ക്യാരറ്റും കൂടെ അതിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. മസാല ദോശയുടെ ഫില്ലിങ് എല്ലാവർക്കും അറിയാമല്ലോ, നന്നായിട്ടൊന്ന് കുഴഞ്ഞ് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആ പരുവത്തിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഇനിയിപ്പോൾ ഒന്നുമില്ല, നമ്മളൊരു പാൻ വെച്ചിട്ട് നമ്മൾ മസാല ദോശയുടെ പരുവത്തിൽ നന്നായിട്ടൊന്ന് ദോശ നല്ല വലുപ്പത്തിലൊന്ന് ചുട്ടെടുക്കുക. എൻ്റെ കയ്യിൽ ഇപ്പോൾ ഈ പാനേ ഉള്ളൂ, മസാല ദോശയുടെ പാനൊക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ഒന്ന് ചുട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ഫില്ലിങ് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ദോശ മടക്കി കൊടുക്കുക. കണ്ടോ, ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഒരു 2 മിനിറ്റും കൂടെ അതങ്ങനെ തിരിച്ചും മറിച്ചും ഒന്ന് വേവിച്ചെടുക്കുക. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഒരു വടയും കൂടിയൊക്കെ ഉണ്ടെങ്കിൽ സൂപ്പറാണ്. കണ്ടോ, വെള്ളച്ചമ്മന്തിയും തക്കാളി ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു മസാല ദോശയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഓക്കെ, താങ്ക്